ക്ലാര ബാർട്ടൺ മനുഷ്യത്വത്തിന്റെ പ്രത്യക്ഷ രൂപം. ക്ലാര ബാർട്ടൺ 1821 ഡിസംബർ 25-ന് അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലെ നോർത്ത് ഓക്സ്ഫോർഡിൽ ജനിച്ചു. അവൾക്ക് ചെറിയ പ്രായം മുതലേ ദയയും കരുണയും നിറഞ്ഞ മനസ്സായിരുന്നു. സഹോദരൻ ഡേവിഡ് ബാർട്ടൺ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുമ്പോൾ തനിക്കു കഴിയുന്ന പരിചരണം നൽകിയത് ക്ലാരയാണ്. ക്ലാര വളരെ ലജ്ജാശീലയും ശാന്ത സ്വഭാവമുള്ളവളുമായിരുന്നു. അവളുടെ അച്ഛൻ സ്റ്റെഫൻ ബാർട്ടൺ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നതിനാൽ ക്ലാരയോട് സൈനിക നൈപുണ്യങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും കുറിച്ച് കഥകൾ പറഞ്ഞു. ഈ അനുഭവങ്ങൾ അവളെ ഭാവിയിൽ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകയാക്കാൻ സഹായിച്ചു. 16-ാം വയസ്സിൽ ക്ലാര അധ്യാപികയായി. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് അത്ര പ്രാധാന്യമുണ്ടായിരുന്നില്ലാത്ത കാലത്ത് അവൾ സ്ത്രീകളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചു. 1852-ൽ ന്യൂജേഴ്സിയിലെ ബോർഡൻ ടൗണിൽ ഒരു ഫ്രീ സ്കൂൾ സ്ഥാപിച്ചു. അതിനുശേഷം വാഷിംഗ്ടൺ DC-യിലെ പേറ്റന്റ് ഓഫീസിൽ ജോലി ലഭിച്ചു. പുരുഷന്മാരുടെ മേധാവിത്വത്തിലിരുന്ന ഒരു കാര്യാലയത്തിൽ ജോലി ചെയ്ത ആദ്യത്തെ വനിതകളിൽ ഒരാളായിരുന്നു അവൾ. 1861-ൽ അമേരിക്കൻ സിവിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ പരിക്കേറ്റ യോദ്ധാക്കൾക്ക് വേണ്ടിയുള്ള ക്ലാരയുടെ ജീവിതം ആരംഭിച്ചു. യുദ്ധത്തിൽ സൈനികർക്ക് മരുന്നുകൾ, ഭക്ഷണം, വസ്ത്രം എന്നിവ എത്തിക്കാൻ അവൾ നിരന്തരം പരിശ്രമിച്ചു. ഇത് ബാറ്റിൽഫീൽഡ് ഏഞ്ചൽ എന്ന പേരിന് കാരണമായി. അവളുടെ ഏറ്റവും പ്രഭാവിതമായ സംഭാവനകളിലൊന്നായിരുന്നു മിസ്സിംഗ് സോൾജിയേഴ്സ് ഓഫീസ് സ്ഥാപിച്ചത്. യുദ്ധത്തിനിടയിൽ കാണാതായ ആയിരക്കണക്കിന് സൈനികരെ അന്വേഷിച്ച് അവളുടെ ഓഫീസ് പ്രവർത്തിച്ചു. 1869-ൽ ക്ലാര യൂറോപ്പിൽ പോയപ്പോൾ അവൾ ഇന്റർനാഷണൽ റെഡ് ക്രോസ് എന്ന സംഘടനയെക്കുറിച്ച് പഠിച്ചു. അതുപോലെ ഒരു സംഘടന അമേരിക്കയിലും രൂപീകരിക്കണമെന്നുറച്ച അവൾ 1881-ൽ അമേരിക്കൻ റെഡ് ക്രോസ് സ്ഥാപിച്ചു. അമേരിക്കയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ, യുദ്ധങ്ങളിൽ, മഹാമാരികളിൽ സ്ത്രീയെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ സഹായമെത്തിച്ച ഒരു മഹത്തായ സംഘടനയായി ഇത് മാറി. ക്ലാര റെഡ് ക്രോസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് 23 വർഷം പ്രവർത്തിച്ചു. 1904-ൽ അവൾ അത് രാജിവെച്ചു. 1912 ഏപ്രിൽ 12-ന് ക്ലാര 90-ാം വയസ്സിൽ മരണപ്പെട്ടു. അവളുടെ ജീവിതം മനുഷ്യത്വത്തിന്റെ ഒരുപാട് മാതൃകകൾ ലോകത്തിന് നൽകി. വൈകല്യമില്ലാത്ത സേവനം നൽകുന്ന മനസ്സാണെങ്കിൽ ലോകം മാറ്റാൻ കഴിയുമെന്ന സന്ദേശമാണ് അവളുടെ ജീവിതം നൽകുന്നത്.